കർത്താവിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആ പൈശാചിക ശക്തിയെ ശാസിക്കുവാൻ അവർ പല വിധത്തിലും ശ്രമിച്ചു നോക്കി. നിങ്ങൾ ഓർക്കണം, അവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, കർത്താവിനെ അനുഗമിക്കുന്നവരാണ് എന്നുള്ള അഡ്രസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതിനെ എന്തുകൊണ്ട് ശാസിക്കാൻ പറ്റിയില്ല? പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ശാസിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ആ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാത്തത്? അതിനുള്ള മറുപടിയാണ് കർത്താവ് പറയുന്നത്, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. കർത്താവ് ആ വിശ്വാസം എന്ന വിഷയം സംസാരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്. വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയും. കേൾവിയാലുള്ള വിശ്വാസം കേൾവിയാലും, കേൾവി സ്തോത്രം, അത് ക്രിസ്തുവിന്റെ വചനത്താലുള്ള കേൾവി. അതോടൊപ്പം തന്നെ ആമേൻ ഹല്ലേലൂയ, കർത്താവ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന വിശ്വാസം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, പ്രാർത്ഥനയാൽ നമുക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന വിശ്വാസമാണ്. ആമേൻ സ്തോത്രം. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ ആമേൻ സ്തോത്രം നമ്മുടെ മുന്നിൽ അസാധ്യതകൾ അടിയറവ് പറയും. ഒന്ന് ആലോചിച്ചേ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ ജോലിപരമായിട്ടുള്ള വിഷയത്തിലാകട്ടെ, നമ്മുടെ ശുശ്രൂഷപരമായിട്ടുള്ള വിഷയങ്ങളാകട്ടെ, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ മുന്നിൽ ഒരു അസാധ്യത പോലെ തോന്നുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരുമ്പം നമ്മൾ മാനുഷികമായിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ മാനുഷികമായ ബുദ്ധിയെ മറന്നുകൊണ്ട് നമ്മൾ ആത്മാവിനാകുവാൻ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് സകലവും സാധിക്കും. ആമേൻ സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയാൽ നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാൻ കർത്താവ് നമ്മളെ കൃപ ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, ആമേൻ. നമുക്ക് അല്പസമയം നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ദൂതന്മാരോട് ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും തുറന്നു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ വിളിച്ചവരെ നീ വിശ്വസ്ത ദൈവമല്ലോ. അനുഭവം ചേർന്ന് എന്നെ വിളിച്ചവനെ നീ വിശ്വസ്ത ദൈവമല്ലോ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. യേശു നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ
ഷദായ് കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. വിശ്വാസത്തോടെ വരികൾ ചേർന്ന് എൽ ഷദായ് കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എബനേസരൻ ദൈവമേ എന്നെ കരങ്ങളിൽ വായിച്ചവനേ, ഓ എബനേസരൻ ദൈവമേ എന്നെ കരങ്ങളിൽ വായിച്ചവനേ. അതുകൊണ്ട് ചേർന്ന് ഓ നിൻ കൃപയാണ് നിന്ദയാണ്, ഓ കൈവല്ല നിൻ കൃപയാണ് വരവല്ല നിന്ദയാണ് വരെ നീ മാത്രമേ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദാവീദ് ചെന്നിടത്തൊക്കെയും അവൻ കൃതാർത്ഥനായി, കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഏത് സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നാലും, ഗോലിയാത്തിനെ നേരിടേണ്ടി വന്നാലും, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ശൗലിനെ നേരിടേണ്ടി വന്നാലും, നമ്മൾ എന്തിനെ നേരിടേണ്ടി വന്നാലും, കർത്താവിന്റെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ദൈവം കൂടെയുള്ള സ്തോത്രം, ദൈവം വിളിച്ചെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ, നമ്മളെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് ആത്തരങ്ങളെ ചലിപ്പിച്ചെന്ന് സ്തുതിച്ചാൽ എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വഴിമാറും, എല്ലാ അടിമമുഖങ്ങളും യേശുവിന്റെ നാമത്തിൽ പകരമാണ്. വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നത്, യശയ്യാപ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്, അഭിഷേകം മുഖത്തെ തകർക്കും. ആമേൻ. മുഖങ്ങളെ തകർക്കുന്ന അഭിഷേകം. ആമേൻ. അല്ലെ വിശ്വസിക്കുന്നവർ സ്വീകരിച്ചോ. ഇന്ന് നിങ്ങളുടെ ആമേൻ അല്ലെ ദിനമാണ്. ഇത് അഭിഷേകം ചലിക്കുന്ന ദിനമാണ്. എവിടെ ദൈവത്തിന്റെ ആത്മാവുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അഴിയട്ടെ. ആമേൻ. സ്തോത്രം. ആമേൻ. അല്ലേ കർത്താരദാസൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, കർത്താവ് ആമേൻ സ്തോത്രം വിളിച്ചു വേർതിരിച്ചവനാണ് യാക്കോബ്. നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും, യാക്കോബിന്റെ ജീവിതത്തിലും കുറവുകളും തെറ്റുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ യാക്കോബിന്റെ മേൽ തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട്, അവന് യാക്കോബിന്റെ മേൽ വിളിയുള്ളത് കൊണ്ട് ഒരു ഏശാവിനും ഒരു ഇസ്ഹാക്കിനും ഒരു ലാബാനും തടയുവാൻ കഴിയാത്തത്. നീ വിളിയുള്ളവനാണ്, നീ തെരഞ്ഞെടുപ്പുള്ളവനാണെങ്കിൽ നിന്നെ തടയുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയും. നീ കുറവുള്ളവനാണ് ഒരുപക്ഷെ ശരിയായിരിക്കും. ഹല്ലേലൂയ, നിന്റെ മേൽ പിശാചിന് അപവാദമുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഹല്ലേലൂയ, പിശാചേ, ദൈവത്തിന്റെ വിളി യാക്കോബിന്റെ മേൽ ഉള്ളിടത്തോളം കാലം ആമേൻ ഹല്ലേലൂയ അവന്റെ മേൽ നിനക്ക് ജയം ആമേൻ ഹല്ലേലൂയ ഒരിക്കലും ഉണ്ടാകില്ല. യാക്കോബിനെ തെരഞ്ഞെടുത്തവൻ ദൈവം. തെരഞ്ഞെടുപ്പുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ സ്വന്തം നമ്മൾ വലിയുള്ളവരാണ്, തെരഞ്ഞെടുപ്പുള്ളവരാണ്. എന്നാൽ അതോടൊപ്പം തന്നെ കുറവുകൾ അവൻ സ്വന്തം ഞാൻ ഒരിക്കലും അവൻ അല്യ അവൻ കുറവുകൾ അവൻ അല്യ ഇല്ലാത്തവരാരുമില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു അവൻ ഹല്ലേലൂയ ശുദ്ധീകരണം കൂടാതെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രവേശിപ്പാൻ കഴിയില്ല. അങ്ങനാണല്ലോ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. യെസ്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും.
ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയും. സോ കർത്താവിന്റെ സന്നിധി നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മൾ ജ്വലിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിപ്പാൻ ദിനംതോറും കർത്താവെ എൻ്റെ ജീവിതത്തിൽ, കർത്താവെ എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നപ്പ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, അങ്ങേ പിരിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് പ്രാർത്ഥിക്കുന്നവരോട് കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്നെ തടയുവാൻ ഒന്നിനും കഴിയില്ല. അവൻ നിന്നെ നെരുക്കുവാൻ ഒരു അന്ധകാര ശക്തിക്ക് കഴിയില്ല. നെരുക്കുന്ന വ്യാപാരങ്ങൾ, സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ അഭിഷിക്തന്മാർ അന്യഭാഷയിൽ എൻകൗണ്ടറുള്ള യാക്കോബേ, ദൈവത്തെ മുഖാമുഖം കണ്ട യാക്കോബേ, ദൈവശബ്ദം കേട്ട യാക്കോബേ, നിനക്ക് എന്തുകൊണ്ടാണ് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ലാഭം, നിന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് നിന്നെ നെരുക്കുമെന്ന് വാദിക്കുന്ന ഏശാവ്? ഹല്ലേലൂയ, അത് മറ്റൊന്നും കൊണ്ടല്ല കുഞ്ഞെ. ഹല്ലേലൂയ, നിന്റെ മേൽ വിളിയുള്ളത് കൊണ്ട്, നിന്റെ മേൽ അഭിഷേകമുള്ളത് കൊണ്ട് മാത്രം. പുസ്തകത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത് പ്രിയമുള്ളവരെ. അവർ പീഡിപ്പിക്കപ്പെടും തോറും അവർ പെരുകിയെന്ന കർത്താവിന്റെ വചനത്തിൽ കാണുന്നുവെങ്കിൽ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. മാനസിക പീഡനങ്ങളാകട്ടെ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. നിങ്ങൾ ആമേൻ അല്ലേ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ആമേൻ നമുക്കെതിരെ വിളിയുള്ളവർക്ക് നേരെ ആമേൻ ഒരുക്കുന്ന അജണ്ടകൾ അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ വിളിയെ തടയുവാനാണ്. എന്നാൽ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, അതിനെ ജയിച്ചവനാണ് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ഉറപ്പ് നമ്മുടെ ആമേൻ അല്ലേ ആമേൻ ഉള്ളിലുണ്ടെങ്കിൽ സ്തോത്രം. പലപ്പോഴും അവൻ അല്ലിയ നമ്മൾ ആരും അവൻ അല്ലിയ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല അവൻ സ്തോത്രം നമ്മൾ ഇന്നായിരിക്കുന്നു. പല അവൻ സ്തോത്രം പല ദൈവദാസന്മാര്, പല പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് ഒക്കെ വിവിധ പ്രതിസന്ധികളുടെ നടുവില് അവൻ സ്തോത്രം ഹല്ലേലൂയ. അവർ ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, പലർക്കും റീകവർ ആകാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇതിന്റെ എല്ലാം നടുവിൽ ദൈവം നമുക്ക് വേണ്ടി മറുപടി അയക്കും. നമ്മുടെ കഴിവുകൾ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഇത് നമ്മുടെ കഴിവ് കൊണ്ട് നേടാം. പ്രത്യേകിച്ച് ഈ വിശ്വാസത്തിൽ ജ്വലിക്കണം, അല്ലെങ്കിൽ ദൈവകൃപയിൽ ജീവിക്കണം, ദൈവവചനം ധ്യാനിക്കണം, എനിക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കണം എന്ന ആഗ്രഹമുള്ളവരോട് കർത്താവ് ഇങ്ങനെ പറയുന്നു. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ള അവസരം മറ്റുള്ളവരൊക്കെ ലോകപ്രകാരം ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ ലൈഫ് തന്നെ ഒരു സ്പിരിച്വൽ വാർഫെയർ. പക്ഷേ കർത്താവ് പറയുന്നത് നമ്മൾ ഒരിക്കലും തളരരുത്, നമ്മൾ ഒരിക്കലും പതരരുത്. ആമേൻ, ഹല്ലേലൂയ. ഈ ആമേൻ സ്തോത്രം നമ്മൾ ആമേനല്ലേ കർത്താവിന്റെ വചനത്തെ ആമേനല്ലേ നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് പ്രകാരമാണല്ലോ പറയുന്നത്, ഈ ലോകത്തിൽ വിളിയുള്ളവർക്ക് കഷ്ടതകളുണ്ട്. കഷ്ടതയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കർത്താവാണ് പറഞ്ഞത് ഈ ലോകത്തിൽ വിളിയുള്ളവരുടെ ജീവിതത്തിൽ, യേശുവിനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ഒരു ഉറപ്പുണ്ട്, ഹല്ലേലൂയ എന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ greater is he in me than he who is in this world. അതുകൊണ്ട് എന്നെ തടയുവാൻ ഒന്നിനും കഴിയും. ഒരു കഷ്ടതകൾക്കോ ഒരു ഞെരുക്കങ്ങൾക്കോ എന്നെ തടയുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ സ്വന്തം പാട്ടുകാരൻ അവൻ ഇപ്രകാരമാണ് പാടുന്നത്, ഇളകി മറിയും കടലിൻ നടുവിൽ. സമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം.
അന്യഭാഷ നമ്മൾ അഭിഷേകം ചെയ്തവൻ ദൈവമാണെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ, നമ്മളെ വിളിച്ചവൻ ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇളകി മറിയുന്ന കടലിന്റെ നടുവിൽ, കലങ്ങി മറിയുന്ന മനസ്സിന്റെ നടുവിൽ എന്റെ ദൈവം വാഴുന്നു എന്ന് ഉറപ്പുള്ളവർ ഒന്ന് കരങ്ങളെ അടിച്ചെന്ന് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു, രാവിലും പകലിലും വാനിലും ഭൂമിയിലും എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു, എന്റെ ദൈവം വാഴുന്നു, രാവിലും പകലിലും വാനിലും ഭൂമിയിലും എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവിരാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവിരാജാവായി വാഴുന്നു. മണ്ണിലും എന്റെ ദൈവം വാഴുന്നു. മണ്ണിലും എന്റെ ദൈവം വാഴുന്നു. അതിസമാനമായ കണ്ണുകളോട് കൂടെ എന്റെ ദൈവം വാഴുന്നു. അതിസമാനമായ കണ്ണുകളോട് കൂടെ എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവിരാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവിരാജാവായി വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എന്റെ ദൈവം വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എന്റെ ദൈവം വാഴുന്നു. ഓ കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എന്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, പുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവിരാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാവിരാജാവായി വാഴുന്നു. ഓ എന്നെ പകർപ്പാൻ ശത്രുക്കാരൻ എന്റെ മേലുയർന്നാലോ, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലോ. ഓ എന്നെ പകർപ്പാൻ ശത്രുക്കാരൻ എന്റെ മേലുയർന്നാലോ, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലുള്ളതുകൊണ്ട് ഓ ഇല്ല ഇല്ല പകരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പകരുകയില്ല. വിശ്വാസത്തോടെ ഇല്ല ഇല്ല ഞാൻ പകരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പകരുകയില്ല. ചെയ്തവൻ വാഴ്ത്തുമാറുമോ, വാഴ്ത്തുമാറുമോ,
Hallelujah. Praise you, Lord. Praise you, Jesus. Amen. Hallelujah. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ആമേൻ ഹല്ലേലൂയ തിരിച്ചറിയുന്നവർ ഇന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇവിടെ വന്നപ്പം തൊട്ട് ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ അഭിഷിക്തന്മാരെ ശുശ്രൂഷിച്ച സമയം മുതൽ ഞാൻ അങ്ങനെ ജെയ്സൺ ജാനോട് പറയായിരുന്നു, മറ്റേ മോസിലെ ശിഷ്യന്മാര് അവര് കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മളങ്ങനെയാണല്ലോ കർത്താവിനെ ബന്ധത്തിൽ കാണുന്നത്. അവൻ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ ഉള്ളിൽ ആമേൻ ഹല്ലേലൂയ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവം ആമേൻ ഹല്ലേലൂയ എത്ര പേർക്ക് അത് ഫീൽ ചെയ്യും? ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവം ഉയർത്തുവാൻ ഹല്ലേലൂയ ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുവായവൻ എന്തൊക്കെ പ്ലാന് വെച്ചാലും അവൻ ഹല്ലേലൂയ അവൻ അത് വിശ്വസിക്കുന്നവന് വേണ്ടി ശത്രുവിന്റെ അജണ്ടകൾ ഏത് മേഖലയിൽ നിന്നായിക്കോട്ടെ, പൈശാചിക മണ്ഡലത്തിൽ നിന്നായിക്കോട്ടെ, പൈശാചിക മണ്ഡലങ്ങളെ വിളിച്ചു വരുത്തുവാൻ കെൽപ്പുള്ള വ്യക്തികൾ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു ഹല്ലേലൂയ നിനക്കൊന്നിനെ പേടിപ്പാൻ. ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഭയവും സംശയം വിതയ്ക്കുക എന്നുള്ളതാണ്. അവൻ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവൻ ഹല്ലേലൂയ അവൻ സ്തോത്രം 3-ാം അധ്യായത്തിൽ അങ്ങനാണല്ലോ അവൻ കാണുന്നത്. പിശാച് അവൻ സ്തോത്രം സംശയത്തെ ഹവ്വയ്ക്കുള്ളിൽ അവൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ വെച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, ആമേൻ സ്തോത്രം കർത്താവിന്റെ അവൻ സ്തോത്രം ആ ഡിവൈൻ പ്രൊട്ടക്ഷനിൽ നിന്ന് അവൻ സ്തോത്രം ആമേൻ ഹല്ലേലൂയ പുറത്തിറങ്ങിയത് നിമിത്തമാണ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ മുൻപിൽ ഉണ്ടാകാൻ കാരണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്ന വെല്ലുവിളികളുടെ ഞാൻ എല്ലാ കാര്യങ്ങളുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്,
അവൻ സ്തോത്രം, അവൻ ദൈവനാമ നിമിത്തവും വെല്ലുവിളികളുണ്ട്. അവൻ ഹല്ലേലൂയ ദൈവത്തെ അനുസരിച്ചത് നിമിത്തവും വെല്ലുവിളികളുണ്ട്. യേശു കർത്താവ് പുരുഷാരത്തെ അപ്പവും ഹല്ലേലൂയ മീനും അവൻ സ്തോത്രം നൽകി അവരെ തൃപ്തിപ്പെടുത്തി. അതിനുശേഷം യേശു കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് അവൻ സ്തോത്രം അവൻ അവിടെ യാത്ര ചെയ്യുവാനായിട്ട് കർത്താവ് ശിഷ്യന്മാരെ നിർബന്ധിച്ചപ്പോഴും അവരുടെ മുൻപിൽ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളി അല്ല ഇവിടെ ഞാൻ പറയാൻ വരുന്നത്. കർത്താവിന്റെ അവൻ സ്തോത്രം അവൻ സംരക്ഷണത്തിന്റെ പുറത്തു വരുന്നവർക്കും വെല്ലുവിളികളുണ്ട്. നമ്മൾ അവൻ സ്തോത്രം യോനായുടെ പുസ്തകം വായിക്കുമ്പോഴും അവൻ ഹല്ലേലൂയ കർത്താവിന്റെ അവൻ ഹല്ലേലൂയ ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ അകത്ത് അവൻ ഹല്ലേലൂയ നിൽക്കുവാൻ കഴിയാത്തത് നിമിത്തം, അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം അവൻ ഹല്ലേലൂയ യോന അനുസരിക്കാത്തത് നിമിത്തം ഹല്ലേലൂയ അവൻ സ്തോത്രം തർശീശ് കപ്പലിൽ, അങ്ങനെയാണല്ലോ കർത്താവിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ കപ്പലിൽ ദൈവം ഒരു പ്രതികൂലത്തെ ദൈവം അനുവദിച്ചു. കർത്താവിന്റെ വചനത്തെ നാം അനുസരിക്കുവാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നു. നിങ്ങൾ കർത്താവിന്റെ വചനം അവൻ കേട്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കർത്താവിന്റെ വാക്ക് കേട്ടാണ് അവൻ സ്വന്തം നിങ്ങൾ പടകി കയറിയതെങ്കിൽ, ഹല്ലേലൂയ നിനക്ക് മുൻപാകെ അവൻ പിശാച് ഒരു പക്ഷേ അവൻ എന്റെ കാറ്റിനെ അയച്ചെന്ന് വന്നേക്കാം, എന്നാൽ ആ കാറ്റ് നിന്നെ തകർക്കത്തില്ല. ആ കാറ്റിന്റെ അവൻ ഹല്ലേലൂയ പിടിയുള്ളവനെ തടയുവാൻ കഴിയത്തില്ല. അവൻ ഹല്ലേലൂയ ആ കാറ്റിന്റെ കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ആ കാറ്റിന് മീതെ ഹല്ലേലൂയ കർത്താവിന് നടക്കുവാൻ ഒരു പ്ലാറ്റ്ഫോമാണ്. ആരോടാ ഇത് പറയുന്നത് എനിക്കറിയത്തില്ല. നിന്റെ മുൻപാകെ പിശാച് അയക്കുന്ന അവൻ ഹല്ലേലൂയ കാറ്റുകൾ, പ്രതികൂലങ്ങൾ, അവൻ സ്തോത്രം ദൈവത്തിന് നിന്റെ മേൽ ഹല്ലേലൂയ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു പ്ലാറ്റ്ഫോമാക്കി. ഹല്ലേലൂയ ചിലര് ഈ പുൽപ്പിറ്റിന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഞാൻ ഉൾപ്പെടെ ഉള്ളവരാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യം വർഷിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പാട്ട് പാടണം, കീബോർഡ് വായിക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഉള്ള അഭിഷിക്തന്മാർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരു പുൽപ്പിറ്റ് കിട്ടണേ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ എനിക്ക് നല്ലൊരു അവസരം കിട്ടണേ. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ അവൻ സ്തോത്രം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ പുൽപ്പിറ്റ് എന്നൊക്കെ പറയുന്ന ഹല്ലേലൂയ എല്ലാവരും അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ എല്ലാ സാഹചര്യങ്ങളും അവൻ ഹല്ലേലൂയ അവൻ സ്തോത്രം അനുകൂലമാണെന്ന് ഒക്കെ അവൻ ഹല്ലേലൂയ തോന്നുമ്പോൾ ഉള്ള അവൻ സ്തോത്രം ആണ് പുൽപ്പിറ്റുന്നതാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ആത്മമണ്ഡലത്തിൽ പുൽപ്പിറ്റ് എന്ന് പറയുന്നത് അവൻ ഹല്ലേലൂയ നിനക്ക് നേരെ പൈശാചികൻ ഒരുക്കുന്ന അവൻ ഹല്ലേലൂയ കാറ്റുകളാണ്. ഇത് മനസ്സിലാവില്ല. ഞാൻ ഒന്നുകൂടെ അത് മനസ്സിലാക്കി തരാം. അവൻ ഹല്ലേലൂയ നമ്മൾ മാനുഷികമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു അവൻ ഹല്ലേലൂയ പുൽപ്പിറ്റ് എന്നൊക്കെ പറയുന്നത് ഈ നല്ല പാട്ട് പാടുന്നതും പ്രസംഗിക്കാനും ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു വേദിയും പ്രാർത്ഥന സഹകാരികളൊക്കെ എല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. എന്നാൽ ആത്മമണ്ഡലത്തിൽ അവൻ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ വേണ്ടി, പ്രാർത്ഥിക്കുന്നവർ വേണ്ടി, ദൈവഹിതത്തിനൊത്ത് അവൻ ഹല്ലേലൂയ ഏകാന്തതയിലൂടെ ആ ദൈവ പൈതൽ കടന്നു പോകേണ്ടി വന്നാലും അവൻ സ്തോത്രം ആ ഏകാന്തത അല്ലെങ്കിൽ അവന് നേരെ പിശാച് അയച്ചു വിടുന്ന പ്രതികൂലങ്ങളെ നാളത്തെ പ്ലാറ്റ്ഫോമുകളാക്കുവാൻ കർത്താവ് അതിന്റെ വിശ്വസ്തനാണ്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ അവൻ ഹല്ലേലൂയ ദൈവത്തോട് പറ്റിച്ചേരുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ അവൻ ഹല്ലേലൂയ പറയുന്ന പോലെ നമുക്കൊന്നിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ഭയവും സംശയവും പിശാച് നമ്മുടെ അകത്ത് ഇട്ടുകൊണ്ട്, നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ അകത്ത് ഇട്ടുകൊണ്ട് അവൻ ഹല്ലേലൂയ അവൻ സ്തോത്രം പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ആയുധങ്ങൾ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ ഈ പുറത്ത് നിന്നാവുന്ന. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു പലപ്പോഴും അവൻ ഹല്ലേലൂയ ആയുധങ്ങൾ പുറത്തു നിന്നല്ല, അകത്താണ്. ആമേൻ. അകത്തെന്ന് പറയുമ്പോൾ നമ്മുടെ അകത്ത് സംശയത്തെ വിതയ്ക്കുക, കൺഫ്യൂഷനെ വിതയ്ക്കുക, അല്ലെങ്കിൽ ഹല്ലേലൂയ ഭയത്തെ വിതയ്ക്കുക. ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടോ? ഇനി എൻ്റെ മുന്നിൽ ഒരു ഭാവിയുണ്ടോ? ഇനി എൻ്റെ ശുശ്രൂഷകൾ എങ്ങനെയാണ്? ഇനി എൻ്റെ കരിയർ എങ്ങനെയാണ് എന്നുള്ള സംശയങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള.
എന്നാൽ അതിനെ ജയിപ്പാനായിട്ട് ആദ്യ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മള് സകലതും മറന്നുകൊണ്ട് അവൻ അല്ലെ കർത്താവിന്റെ വചനത്തിൽ നാം കാണുന്നത് സമാധാനത്തിന്റെ ദൈവമോ ശത്രുവായവനെ അവൻ നമ്മുടെ കാൽ കീഴിലാക്കും. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അവിടുന്ന് സമാധാനത്തിന്റെ ദൈവമാണ് അവൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്. അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, അവിടുന്ന് സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. എവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുവോ അവിടെ സമാധാനം വ്യാപരിക്കും. എവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുവോ പൈശാചിക മണ്ഡലങ്ങൾ അവിടെ മുട്ടുകുത്തും. എവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുവോ ഹല്ലേലൂയ രോഗശക്തികൾ മുട്ടുകുത്തും. എവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുവോ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ അവിടെ ഉണ്ടാകത്തില്ല. എവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നോ അവിടെ വിടുതൽ ചലിക്കും. ആമേൻ. അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതിനെ കർത്താവ് നമ്മളെ സഹായിക്കും. നല്ല രക്ഷക ആത്മസഖിയായി എന്നെ കാത്തിടുന്നോനെ, പരിശുദ്ധനാ നല്ല രക്ഷക ആത്മസഖിയായി എന്നെ കാത്തിടുന്നോനെ, സൗഖ്യദായക ആത്മരക്ഷക സൗഖ്യദായക ആത്മരക്ഷക, ഓ പൂർണ്ണമായി എന്നെയും അറിയുന്നോനെ, യാഹേ അങ്ങൻ ബലം, ഓ യാഹേ അങ്ങൻ തുണ, യാഹേ ജീവദായക, യാഹേ രക്ഷാദായക, പരിശുദ്ധനാ, ഓ പരിശുദ്ധനാ നല്ല രക്ഷക, സ്വർഗാതി സ്വർഗങ്ങളിൽ വസിപ്പവനെ, അത് കണ്ടുകൊണ്ട് പരിശുദ്ധനാ നല്ല രക്ഷക, സ്വർഗാതി സ്വർഗങ്ങളിൽ വസിപ്പവനെ, എൻ പിതാവേ എന്നെ ഹോവേ, എൻ പിതാവേ എന്നെ ഹോവേ, ഓ ആത്മസാന്നിധ്യം കൊണ്ടു നിറയ്ക്കണമേ, യാഹേ അങ്ങൻ ബലം, ഓ യാഹേ അങ്ങൻ ഓ യാഹേ ജീവദായക, യാഹേ രക്ഷാദായക, ഓ നീ പരിശുദ്ധൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ, ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്തും നീ. അധരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ, ആരാധനയും സ്തുതി പിതാവേ എന്നുടെ നാഥൻ, വാഴ്ത്തിയിടുന്നു,
അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുന്നു. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങൾ ആശ്രയിച്ചു പോയ കുറവുകൾ അവിടുന്ന് ക്ഷമിക്കണം. രക്തത്താൽ അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്നവരെ, നിന്നെ ഞാൻ പടകൂട്ടത്തിന് മീതെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും എന്നുള്ള ഉറപ്പോടെ, ഒരു പുതിയ ഊർജത്തോടെ, ഒരു പുതിയ ബലത്തോടെ, പുതിയ ശക്തിയോടുകൂടെ ഞങ്ങൾ മടങ്ങുവാൻ അവിടെ ആക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സൂക്ഷിക്കുന്ന പ്രിയവർത്തദാസികളുടെ കാര്യങ്ങളിൽ അഭിഷേകത്തോടും ബലത്തോടും അധികാരത്തോടും അവിടുന്ന് നിർത്തും. എന്ന മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിനൊരു നല്ല മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്ന നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച മിനിറ്റ് മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടായിരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ വലിയ നിറവ് എത്ര പേർ അനുഭവിച്ചു? കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ തൊട്ടറിഞ്ഞെന്നുള്ളവർ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടായിരുന്നു. ദൈവം നമ്മളെ നടത്തിയ എല്ലാ വിശ്വസ്തതയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പരിപാലിക്കുന്ന എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയെ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇങ്ങനെ ഈ മാസത്തിൻ്റെ പ്രാരംഭ ദിവസം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയാക്കുന്നു. ദൂരെ നിന്ന് ഇവിടെ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്നല്ലോ, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുടങ്ങാതെ എല്ലാ മാസവും കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പുതുതായി കടന്നു വന്ന മുഖങ്ങളെ ഞാൻ കാണുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങൾ കടന്നു വന്നത് എനിക്കുറപ്പുണ്ട് ഭയങ്കരമായ വിടുതൽ നിങ്ങളുടെ ലൈഫിനകത്ത് കർത്താവ് ചെയ്യും. നാളിതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വിടുതലുകൾ, നാളിതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത